मोदी जी कंफ्यूजन में आ गए। थोड़ा चेहरे पे टेंशन दिख रही होगी आपको थोड़ी सी। ऐसा कंफ्यूजन हुआ कि सुबह सुबह झंडा ही उल्टा पहन लिया। अमित शाह को क्या कहते थे? चाणक्य। कमरे से नहीं निकला वो पार्लियामेंट हाउस में छुपा हुआ था पीछे, वो आता था रोज गाड़ी में। मगर लोकसभा के अंदर आने 22 दिन के लिए कहां भाग गए थे? सच्चाई से कोई लड़ नहीं सकता, कितना भी पावर हो, कितना बड़ा हो, अंत में हाथ में आ जाते हैं शेर के। जितना सुनो देखो, आपको एक बात समझनी है। आप कह रहे हो मैं बब्बर शेर हूं, मैं बब्बर शेर नहीं हूं। हिंदुस्तान की जो जनता है ना, वो बब्बर शेर है। मोदी जी से मैंने कहा था कि भैया सुधर जाओ, मैं आपका वेल विशर हूं, सुधर जाओ, ऐसे मत करो, क्योंकि जिस दिन जनता बात समझ गई तो आपकी बहुत मुश्किल हो जाएगी। फ्रेंड, मैं अमित शाह से भी नफरत नहीं करता हूं, मैं नरेंद्र मोदी से भी नफरत नहीं करता, मेरे दिल में नफरत नहीं, मगर मुझे अन्याय अच्छा नहीं लगता। രൂക്ഷ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും BJPക്കെതിരെയും ഒക്കെ പ്രതികരിച്ചത്. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് RSS ആണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. RSSന് മോദിയെ മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഒരു പിൻഗാമിയെ തേടുകയാണ് RSS എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വെറുതെ വെളിപ്പെടുത്തിയതില്ല. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിസ്റ്റത്തിനകത്ത് നിന്ന്, പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്ത് നിന്ന് തനിക്ക് ഇൻഫർമേഷനുകൾ കിട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. നരേന്ദ്രമോദിയെ RSSന് മടുത്തിരിക്കുന്നു. RSSന് മടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിക്ക് പകരം ഒരാളെ അന്വേഷിക്കുന്ന ഘട്ടത്തിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ കാരണമായത് ഒന്ന്, ഈ പറയുന്ന ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം, അതിനെ തുടർന്ന് ഇന്ന് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവവികാസങ്ങളും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ വിദ്യാലയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വിദ്യാലയങ്ങളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്ത് നിരന്തരമായിട്ട് ഡെയിലി 1000കണക്കിന് വീഡിയോകളെങ്കിലും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ RSS വലിയ വെപ്രാളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഈ വെപ്രാളത്തിൻ്റെ ആഴം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പോൾ ഇന്ന് ബീഹാറിൽ നിന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. എന്താണ്? ബീഹാർ സർക്കാർ ഒരു പുതിയ ഒരു എന്താ പറയേണ്ടത്, വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. എന്താണ്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് 1,00,000 വ്യൂസ് 30 ദിവസത്തിനുള്ളിൽ 1,00,000 വ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യൂസിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നൽകുന്ന പ്രതിഫലത്തിന് പുറമെ ബീഹാർ സർക്കാർ വക 10,000 രൂപ, 1,00,000 വ്യൂസിന് 10,000 രൂപ, ഓരോ ലക്ഷത്തിനും 10,000 വീതം വെച്ച് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ 10 × 10 1 lakh rupees. ഇനി 5 ലക്ഷമാണെങ്കിൽ 10 × 5 50,000 rupees എന്നുള്ള രീതിയിൽ. പക്ഷേ കണ്ടന്റ് എന്തായിരിക്കണം? ബീഹാർ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന കണ്ടന്റുകളായിരിക്കണം എന്നുള്ളതാണ്. ബീഹാർ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന കണ്ടന്റുകളാണെങ്കിൽ വെരിഫൈഡ് വ്യൂസ് 1 lakh ഉണ്ടെങ്കിൽ ഓരോ 1 lakhനും 10,000 rupees വെച്ച് പ്രതിഫലം നൽകാമെന്ന് ബീഹാർ സർക്കാർ ഇന്ന് ഒഫീഷ്യലി പ്രഖ്യാപിക്കുകയാണ്, ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. എന്താണ് സ്ഥിതിവിശേഷമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന സംഘ് പരിവാറിൻ്റെ മുട്ടിടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനി ഈ പറയുന്ന ഇതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. കാരണം ജന്തർ മന്ദറിൽ നടന്ന പ്രക്ഷോഭങ്ങളും ഇപ്പം രാജ്യത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നടത്തുന്ന ഒരു വലിയ ക്യാമ്പയിനിങ് ഉണ്ട്, സ്കൂൾ ടീക്കറോ. അപ്പോൾ ആ ക്യാമ്പയിനിങ്ങും ഈ ജന്തർ മന്ദർ പ്രക്ഷോഭവും എല്ലാം സോഷ്യൽ മീഡിയയുടെ ഒരു പിൻബലത്തിലാണ് ഇത്ര വലിയ വിജയകരമായി മുന്നോട്ട് പോയത്. അപ്പോൾ അത് തന്നെയാണ്, അതേ സ്ട്രാറ്റജിയിലൂടെ സർക്കാർ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ 10,000 കൊടുക്കും
എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ടാകും? അതിന് പണം കിട്ടും. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും. പുറത്ത് ഈ പറയുന്ന ഓരോ ലക്ഷത്തിനും 10,000 വെച്ച് സർക്കാർ നൽകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പണത്തിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതകൾ മറച്ചു വെക്കുകയും സർക്കാരിൻ്റെ വാഴ്ത്തുപാട്ടുകാരായി മാറുകയും വ്യാജ പ്രചരണങ്ങളുടെ ഈ പറയുന്ന വ്യാജ പ്രചരണങ്ങൾ അതിൻ്റെ എല്ലാം ഈ ഇൻഫ്ലുവൻസേഴ്സ് ഏറ്റെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവരുടെ കണക്കുകൂട്ടൽ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാൻ പറ്റും. പോരാത്തതിന് സർക്കാരിന് ഒരു PR വർക്ക് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് പ്രവർത്തിക്കും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതിന് പുറത്താണ് ഇത്ര വലിയ ഒരു മാർജിനിൽ ഇവരെന്താക്കിയിരിക്കുന്നത്, ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 10,000 രൂപ സർക്കാർ നൽകുമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നൽകുന്നതിലും കൂടുതൽ എമൗണ്ട് നൽകും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാരണം? കാരണം മറ്റൊന്നല്ല, കാരണം ഇത് തന്നെയാണ്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയുടെ പിൻഗാമിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് നേരിടേണ്ടി വന്ന ക്ഷീണങ്ങൾ അതിനെ മറികടക്കാൻ, നേരിടേണ്ടി വന്ന തിരിച്ചടികൾ അതിനെ മറികടക്കാൻ വേണ്ടി ഇത്തരം സോഷ്യൽ മീഡിയ, അപ്പോൾ ഗോഡി മീഡിയ ഒരു ഭാഗത്തുണ്ട്, പക്ഷേ ഗോഡി മീഡിയയുടെ പ്രഭാവം മങ്ങി തുടങ്ങിയിരിക്കുന്നു. ഗോഡി മീഡിയയെ ജനം പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഗോഡി മീഡിയയുടെ കുഴലൂത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ഈ സർക്കാരിനെതിരെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് കാരണമായ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് തന്നെ ഈ പറയുന്ന കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിക്കുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാനുള്ള പരിശ്രമമാണ് സംഘ് പരിവാർ നടത്തുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ നമുക്ക് ബീഹാറിൽ കാണാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതേ സ്ട്രാറ്റജി ഇനിയിപ്പോൾ ബാക്കി BJP ഭരിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വരും. ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. കാരണം ഒരു എന്താ പറയേണ്ടത്, ഈ ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഹരിയാന, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ ഏരിയകൾ കവർ ചെയ്യാൻ കഴിഞ്ഞാൽ രാജ്യത്തെ അധികാരം നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് തന്നെ സംഭവിച്ചാലും കുഴപ്പമില്ല, ഈ സംസ്ഥാനങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിൽ അത് അധികാരം നിലനിർത്താൻ അത് തന്നെ ധാരാളമാണ് എന്നുള്ള കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിൽ. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദിയെ മാറ്റി നിർത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന് മുന്നോടിയായിട്ട് മാക്സിമം ഇപ്പോൾ ഈ നേരിട്ട് കൊണ്ടിരിക്കുന്നത്, പക്ഷേ ഈ കണക്കുകൂട്ടലുകൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ തലമുറയെ, വിദ്യാർത്ഥികളെ ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കൂൾ ടീക്കരോ എന്നുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മധ്യപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ, ഒറീസ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്ന് വേണ്ട അസം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ നിരന്തരമായിട്ട് ഇപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു 10,000 വീഡിയോ എങ്കിലും പുറത്തേക്ക് വരുന്നുണ്ട്. സ്കൂളുകളുടെ ശോചനീയാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള, സ്കൂൾ വിദ്യാർത്ഥികളുടെ ദുരന്തങ്ങളെക്കുറിച്ചുള്ള, സ്കൂളിൻ്റെ അധ്യാപകരുടെ ശോകമൂകമായ അവസ്ഥയെക്കുറിച്ചുള്ള വീഡിയോകൾ നിരന്തരം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ അങ്ങനെ വിലക്ക് വാങ്ങാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാകാൻ ഉറപ്പായിട്ടും സംഘ് പരിവാർ ഹാൻഡിലുകൾ ഉണ്ടാകും. ഇത് ഈ ഗോഡി മീഡിയയുടെ പ്രഭാവം മങ്ങി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് സംഘ് പരിവാറിൻ്റെ ഈ പറയുന്ന കുറേ കുഴലൂത്തുകാരുണ്ടല്ലോ, അവർക്ക് കൂടി അവരെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്ത് അവരെ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പം രാഹുൽ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും, നരേന്ദ്രമോദി പാർലമെൻറ്റിൽ എത്തിയിട്ടില്ല, പക്ഷേ അമിത്ഷാ കഴിഞ്ഞ മൺസൂൺ സെഷൻ എല്ലാ ദിവസവും പാർലമെൻറ്റ് മന്ദിരത്തിലുണ്ട്, പക്ഷേ ലോക്സഭയിൽ എത്തിയിട്ടില്ല അദ്ദേഹം. എന്തേ കാരണം? കാരണം മറ്റൊന്നുമല്ല, നേരിടാൻ കഴിയില്ല. അത് തന്നെയാണ് പ്രശ്നം. കാരണം ലോക്സഭയിൽ ഉയർന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ചോദ്യങ്ങളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട രാഹുൽ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഒരു ചോദ്യമാണ്
ആരാണ് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയത്? അമിത്ഷയാണെങ്കിൽ ഹീ ഈസ് കൾപ്പബിൾ. ഇനി അമിത്ഷയല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ ഹീ ഈസ് ഇൻകോമ്പിറ്റൻറ്റ്. രണ്ടാണെങ്കിലും അമിത്ഷയ്ക്ക് മറുപടി പറയാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും പാർലമെന്റ് മന്ദിരത്തിലെത്തിയ മനുഷ്യൻ ലോക്സഭയിൽ ഹാജരായില്ല, രാജ്യസഭ 2 സഭകളിലും ഹാജരായില്ല. പക്ഷേ പാർലമെന്റ് മന്ദിരത്തിലെ അമിത്ഷയുടെ ആഫീസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ കൃത്യമാണല്ലോ കാര്യങ്ങൾ. എന്തുകൊണ്ട് എത്താൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ മറുപടികൾ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ മറുപടികൾ പറയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, മോദിയുടെയും അമിത്ഷയുടെയും പ്രഭാവം മങ്ങിയിരിക്കുന്നു എന്ന് RSS മനസ്സിലാക്കുന്നു. ആ RSS ഇത് മനസ്സിലാക്കിയെടുത്തുന്നതാണ് മുംബൈയിൽ എന്ത് ചെയ്തത്, ഈ പറയുന്ന ജൻസി കോൺക്ലേവ് അടക്കം RSS സംഘടിപ്പിച്ചത്. പക്ഷെ അതും തിരിച്ചടിയായി. മോഹൻ ഭാഗവതിൻ്റെ നേതൃത്വത്തിൽ മുംബൈയിൽ ജൻസി കോൺക്ലേവ് നടത്തിയിട്ട് ജൻസി കോൺക്ലേവിൽ വിദ്യാർത്ഥികളെ ഇംപ്രസ് ചെയ്യാൻ RSSന് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ആ പഴയ ഈ കുഴലൂത്തുകാരുടെ ഏർപ്പാടിലേക്ക് PR വർക്ക് കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. ഇത് മറ്റൊന്നുമല്ല, ഇവർ PR വർക്ക് കൊണ്ട് ഇവർക്കൊരു കാര്യം അറിയാം, ജനം വിരുദ്ധരാണ്, ജനം സപ്പോർട്ടീവ് അല്ല എന്നറിയാം. പിന്നെ PR വർക്ക് ഇത്രയും പണം ചെലവഴിച്ച് PR വർക്ക് നടത്തുന്നത് എന്തിനാ? അത് രാജ്യത്ത് ഒരു ഭരണവിരുദ്ധ വികാരമില്ല, രാജ്യത്തെ ഭരണകൂടങ്ങളൊക്കെ വലിയ പോസിറ്റീവ് വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാക്കുക. കാരണം അങ്ങനെ ഒരു പ്രതീതി ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ പൊക്കും. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ സംശയിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം PR വർക്കുകളിലൂടെ ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടത്തുന്നത്. അത് യഥാർത്ഥത്തിൽ 4 വോട്ട് കിട്ടുമെന്ന് കരുതിയിട്ടല്ല, ജനങ്ങളെ കഴുതകളാക്കാൻ കഴിയുമെന്ന് കരുതിയിട്ടല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറി പിടിക്കപ്പെടാതിരിക്കാൻ, അതിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ശ്രമങ്ങളുമായിട്ട് രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്.